എന്താണ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലൂ പ്രിൻറ്റ്. ക്ലാസ് ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ദി ബ്ലൂ പ്രിൻറ്റ് ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ഒരു സ്റ്റാറ്റിക് ആണ് ക്ലാസ് ഡയഗ്രാം, സ്റ്റാറ്റിക് ആണ്. ഓക്കെ, അതായത് അതിൽ നമ്മളൊരു ഫ്ലോവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ക്ലാസ് ഡയഗ്രത്തിൽ കാണിക്കുന്നില്ല. ഓക്കെ, in software engineering, a class diagram in the unified modeling language is a type of static structure diagram that describes the structure of the system by showing the system's classes and their attributes, operation or methods and the relationship among the objects. അത്രയാണ് ക്ലാസ് ഡയഗ്രത്തിൽ കാണിക്കുന്നത്. എന്തൊക്കെയാണ് ക്ലാസ് ഡയഗ്രത്തിൽ കാണിക്കുന്നത്? നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ക്ലാസ്സുകളാണ്, ഓക്കെ, ആ ക്ലാസ്സുകളിൽ എന്തൊക്കെ അട്രിബ്യൂട്ട്സ് വരും, ഓക്കെ, ഓരോ ക്ലാസ്സിലും വരുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ക്ലാസ് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ജാവയിൽ ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എഴുതി. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇൻറ്റ് റോൾ നമ്പർ, സ്ട്രിങ് നെയിം, ഇതൊക്കെയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് അട്രിബ്യൂട്ട്സ്. ഓക്കെ, അതിൽ വോയിഡ് ടോട്ടൽ മാർക്സ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്സ് കാണിക്കുന്ന ഫംഗ്ഷൻ, ഇതാണ് നമ്മളുടെ മെത്തേഡ്സ്. ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ഇത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ക്ലാസ് ഡയഗ്രത്തിൽ പറയുന്നത്. അപ്പം ക്ലാസ് ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. 3 കമ്പാർട്ട്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്താണ് ഫസ്റ്റ് ക്ലാസ് നെയിം സ്റ്റുഡൻറ്റ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നമ്മളുടെ ക്ലാസ് നെയിം കൊടുക്കും. അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ എന്താ നമ്മൾ കൊടുക്കുക? നമ്മളുടെ അട്രിബ്യൂട്ട്സ്, അതായത് ഇൻറ്റ് അല്ലെങ്കിൽ റോൾ നമ്പർ, ഇൻറ്റിജർ, ഓക്കെ, നെയിം, സ്ട്രിങ്, ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ദെൻ എന്താണ് നമ്മളുടെ മെത്തേഡ് എന്താണ്? വോയിഡ് ആഡ്, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ജസ്റ്റ് ആഡ്, ഓക്കെ, റിട്ടേൺ ടൈപ്പ് വോയിഡ്, അങ്ങനെയും കൊടുക്കാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ക്ലാസ് ഡയഗ്രാം. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ് ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു രീതിയിൽ ചെയ്യരുത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, അതിൽ ഇൻറ്റ് റോൾ നമ്പർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, കാരണം ഇപ്പം ഈ ഒരു നമ്മളൊരു UML ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നൊരു ഇപ്പം ജാവ ലാംഗ്വേജിന് മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ .NET C# മാത്രം യൂസ് ചെയ്യുക, PHP മാത്രം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ല നമ്മളത് യൂസ് ചെയ്യുന്നത്. ഒരു ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മളൊരു എന്താണ് ഒരു ഗ്രാഫിക്കൽ വ്യൂ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ജാവയിൽ ഇൻറ്റ് ആണെങ്കിൽ നമ്മൾ VB.NET നമ്മൾ എങ്ങനെയാണ്, ഇപ്പം നമ്മൾ ജാവയിൽ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാം. പക്ഷേ VB.NET വരുന്ന സമയത്ത് ഇങ്ങനെയായി പറയുക, dim a as ഇൻറ്റിജർ, അങ്ങനെയാണ് ഒരു ഇൻറ്റിജറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. അട്രിബ്യൂട്ട്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഏജ് കോളൻ ഇൻറ്റിജറിന് തന്നെ പറഞ്ഞു കൊടുക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഡബിളും ഫ്ലോട്ടും എന്തൊക്കെയാണെങ്കിലും അതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ ടൈപ്പ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇൻറ്റ് ഷോർട്ട് ഫോംസ് ഒന്നും യൂസ് ചെയ്യരുത്. ഓക്കെ, class diagram is not only used for visualizing, describing and documenting different aspects of a system, but also for constructing executable code of the software application. Okay, class diagram describes the attributes and operation of a class and also the constraints imposed on them. Okay, എന്തെങ്കിലും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യും. The class diagrams are widely used in modeling of object-oriented system because they are the only UML diagrams which can be mapped directly with object-oriented languages. അപ്പം നമ്മൾ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു UML യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓപ്സ് കോൺസെപ്റ്റുമായിട്ട് ഡയറക്റ്റ് മാച്ചായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ ഒരു UML എന്ന് പറഞ്ഞ ഡയഗ്രാംസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യപ്പോഴാണ് ഓപ്സ് കോൺസെപ്റ്റ് വരുന്ന പ്രൊജക്ട്സ് ചെയ്യുമ്പോഴാണ്.
Class diagram allows a collection of classes, interfaces, association, collaboration and constraints. It also known as structural diagram. Okay, next following are the purpose of class diagram. It analyzes and design a static view of an application. It describe എന്താണ് സ്റ്റാറ്റിക് വ്യൂ എന്ന് മനസ്സിലായല്ലോ. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് അതൊരു ബിഹേവിയർ ഒന്നും അതിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് എന്തൊക്കെ ക്ലാസ്സുകൾ വരുന്നു, എന്തൊക്കെ അട്രിബ്യൂട്ട്സ് വരുന്നു, എന്തൊക്കെ മെത്തേഡ്സ് വരുന്നു, ഓരോ ക്ലാസ്സുകളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ, അത്രയും മാത്രമാണ് അവിടെ കാണിക്കുന്നത്. It describes the major responsibilities of the system. Okay, എന്തൊക്കെയാണ് ഒരു സിസ്റ്റം ചെയ്യുന്നത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇറ്റ് ഈസ് എ ബേസ് ഫോർ കമ്പണൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ്. ഓക്കെ, ഇപ്പം കമ്പണൻറ്റ് ഡയഗ്രാം ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതാണ് ബേസായിട്ട്, ക്ലാസ് ആണ് ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻകോപ്പറേറ്റ്സ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, എന്തൊക്കെയാണ് ക്ലാസ് ഡയഗ്രത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ദി ഒബ്ജക്റ്റ് മോഡൽ ഫോർ കോംപ്ലക്സ് സിസ്റ്റംസ്. Okay, it reduces the maintenance time by providing an overview of how an application is structured before coding. It provides a general schematic of an application for better understanding. It represents a detailed chart by highlighting the desired code which is to be programmed. മനസ്സിലായല്ലോ, അതായത് ക്ലാസ് ഡയഗ്രാം ആണ്. സോ എന്തൊക്കെ ക്ലാസ് ഒരു പ്രോഗ്രാം കോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും അതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, It is helpful for stakeholders and developers. Okay, ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരാം, കസ്റ്റമേഴ്സ്, ടെസ്റ്റ് ചെയ്യുന്നവർ. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു, മാനേജേഴ്സ് ആരൊക്കെയാണോ അവരൊക്കെ കോമൺ ആയിട്ട് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് 3 കമ്പോണൻസ്: ക്ലാസ് നെയിം, അട്രിബ്യൂട്ട്സ്, മെത്തേഡ്സ്. ഓക്കെ, അതിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ അട്രിബ്യൂട്ട്സ് വരണം എന്നൊന്നും നമ്മൾ തീരുമാനിച്ചില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു ക്ലാസ് നെയിം മാത്രം, ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് മാത്രം, ആ ഒരു ക്ലാസ് നെയിം മാത്രം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെ വരണം എന്നുള്ളത് നമുക്കറിയില്ല. സോ നമ്മൾ ജസ്റ്റ് എന്താണ് ഫസ്റ്റ് ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം നമ്മൾ ഡ്രോ ചെയ്ത് വയ്ക്കും. ഓക്കെ, ദി ക്ലാസ് ഡയഗ്രാം, ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഓക്കെ, ക്ലാസ് ഡയഗ്രാം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 sections. Upper section, the upper section encompasses the name of the class. A class is representation of similar objects that share the same relationship, attributes, operation and semantics. Some of the following rules എന്തൊക്കെയാണ്? ഇപ്പം നമ്മളൊരു ക്ലാസ് നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. എന്താണ്? ഒന്ന്, ക്യാപിറ്റലൈസ് ദി ഇനിഷ്യൽ ലെറ്റർ ഓഫ് ദി ക്ലാസ് നെയിം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടേതെങ്കിൽ ക്യാപിറ്റലൈസ് എസ്, സ്റ്റുഡൻറ്റ്. ഓക്കെ, അതാണ് എസ് ക്യാപിറ്റൽ ആയിരിക്കണം. എന്താണ്? ക്യാപിറ്റലൈസ് ദി ഇനിഷ്യൽ ലെറ്റർ ഓഫ് ദി ക്ലാസ് നെയിം. പ്ലേസ് ദി ക്ലാസ് നെയിം ഇൻ സെൻറ്റർ ഓഫ് ദി, ഇപ്പം നമ്മൾ ആ ഒരു ബോക്സിൻ്റെ സെൻറ്ററിൽ വേണം കൊടുക്കാൻ. ക്ലാസ് നെയിം മസ്റ്റ് ബി റിട്ടൺ ഇൻ ബോൾഡ് ഫോർമാറ്റ്, ബോൾഡിലായിരിക്കണം കൊടുക്കേണ്ടത്. ദി നെയിം ഓഫ് ദി അബ്സ്ട്രാക്ട് ക്ലാസ് ഷുഡ് ബി റിട്ടൺ ഇൻ ഇറ്റാലിക്സ് ഫോർമാറ്റ്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ്, ജാവയിൽ നിങ്ങൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റിന് എന്താണ് ഇറ്റാലിക്കിൽ ഓക്കെ കൊടുക്കണം, അതാണ് പറയുന്നത്. അടുത്തത് മിഡിൽ സെക്ഷൻ. മിഡിൽ സെക്ഷൻ എന്താണ്? നമ്മളുടെ അട്രിബ്യൂട്ട്സ്. ഓക്കെ, അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, അട്രിബ്യൂട്ട്സ് നമുക്കറിയാം പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അട്രിബ്യൂട്ട്സ് പബ്ലിക് ആണെങ്കിൽ നമ്മൾ പ്ലസ്, പ്രൈവറ്റ് ആണെങ്കിൽ ഹൈഫൺ, ദെൻ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ എന്താണ് ഹാഷ്. ഓക്കെ, ദെൻ പാക്കേജ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ടിൽഡ് സിമ്പിൾ. ഓക്കെ, അട്രിബ്യൂട്ട്സിൻ്റെ ദി ആക്സസിബിലിറ്റി ഓഫ് അട്രിബ്യൂട്ട്സ് ക്ലാസ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദി വിസിബിലിറ്റി ഫാക്ടേഴ്സ്. ഓക്കെ, വിസിബിലിറ്റി ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെ എന്താണ്, പ്ലസ് ഇതൊക്കെ തന്നെ. ഓക്കെ, എ മീനിങ്ഫുൾ നെയിം ഷുഡ് ബി അസൈൻ ടു ദി അട്രിബ്യൂട്ട് വിച്ച് വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്സ് യൂസേജ് ഇൻസൈഡ് ദി ക്ലാസ്. ഓക്കെ, അപ്പോൾ അട്രിബ്യൂട്ട് നെയിം അതായത് ഫുള്ളി ക്വാളിഫൈഡ് നെയിം ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ റോൾ നമ്പറാണ്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ആണെങ്കിൽ
അതിൽ നമ്മൾ റോൾ നമ്പർ കൊടുക്കുക. അപ്പം വെറുതെ ആർ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കരുത്. അപ്പോൾ റോൾ നമ്പർ കൊടുക്കുമ്പം റോൾ നമ്പർ, ഓക്കെ, ഇങ്ങനെ തന്നെ കൊടുക്കുക. Next the lower section. Lower section എന്താ പറയുന്നത്? The lower section contains methods of operations. The methods are represented in the form of a list where each method is written in single line to demonstrate how a class interacts with the data. ഓക്കെ, അപ്പം അതിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഡിപ്പെൻഡൻസി. എ ഡിപ്പെൻഡൻസി ഈസ് എ സെമാൻറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ക്ലാസ്സസ് വെയർ ചേഞ്ച് ഇൻ വൺ ക്ലാസ് കോസ് ചേഞ്ചസ് ഇൻ അനദർ ക്ലാസ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫോം ഓഫ് വീക്കർ റിലേഷൻഷിപ്പ്. ഇപ്പം ഇവിടെ എന്താണ്? സ്റ്റുഡൻറ്റ് നെയിം ഈസ് ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പ് കാണിക്കുകയാണെങ്കിൽ ഇപ്പം സ്റ്റുഡൻറ്റ് നെയിമും സ്റ്റുഡൻറ്റ് ഐ ഡിയും ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ്? ഇതാണ് ഡിപ്പെൻഡൻസി. സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻറ്റ് നെയിമിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് ജനറലൈസേഷൻ. ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ജനറലൈസേഷൻ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പാരൻറ്റ് ക്ലാസ്, സൂപ്പർ ക്ലാസ് ആൻഡ് ചൈൽഡ് ക്ലാസ്, സബ് ക്ലാസ്. ഇൻ ദിസ് ചൈൽഡ് ക്ലാസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദി പാരൻറ്റ് ക്ലാസ്. ഓക്കെ, കണ്ടോ? ജനറലൈസേഷൻ്റെ ആരോ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം ബാങ്കിങ് അക്കൗണ്ട്, അതിന് സെവറൽ ടൈപ്സ്: കറൻറ്റ് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് വരുന്നത് അസോസിയേഷൻ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി സ്റ്റാറ്റിക് ഓർ ഫിസിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ഒബ്ജെക്ട്സ്. ഓക്കെ, ഇറ്റ് ഡെപിക്ട്സ് ഹൗ മെനി ഒബ്ജെക്ട്സ് ആർ ദർ ഇൻ ദി റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ എത്ര ഒബ്ജെക്ട്സ് ഉണ്ട് എന്ന് കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കോളേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എത്ര ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക്, അതാണ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. It defines a specific range of allowable instances of attributes. In case of range is not specified, one is considered as default multiplicity. ഓക്കെ, അതായത് ഇവിടെ കണ്ടോ, ഇപ്പം ഇവിടെ ഹോസ്പിറ്റൽ, ഓക്കെ, ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന് ഇതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിസിപ്ലിറ്റി ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോർ ദാൻ വൺ എന്ന് പറഞ്ഞ് വണ്ണാണ് സ്റ്റാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ, ഇപ്പം നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എടുക്കുകയാണ്. ഇത് ഒരു ഹോസ്പിറ്റലാണ്. അതിന് എത്ര പേഷ്യൻസിനെ വേണമെങ്കിലും, മോർ ദാൻ വൺ പേഷ്യൻസിനെ വേണമെങ്കിലും അഡ്മിറ്റ് ചെയ്യാം. അപ്പോൾ ആ മോർ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അതായത് ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അല്ലേ. ഓക്കെ, അപ്പോൾ വൺ ഹോസ്പിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് വാട്ട് ഓർ അഡ്മിറ്റഡ് എന്താണ്? മോർ ദാൻ വൺ പേഷ്യൻസ്. അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു മൾട്ടിസിപ്ലിറ്റിയും അവിടെ ഒരു മൾട്ടിപ്ലിസിറ്റിയും അവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ എന്ത് കണക്കാക്കാം? അവിടെ 1 എന്നുള്ളത് കണക്കാക്കാം. ഓക്കെ, അപ്പം ഇവിടെ 1 ഹോസ്പിറ്റൽ, മനസ്സിലായല്ലോ? ഇവിടെ 1 എന്നാണ് അതിൻ്റെ മീനിങ്. 1 ഹോസ്പിറ്റൽ ക്യാൻ അക്കോമഡേറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ഓണറും ഡോഗും. ഓക്കെ, അപ്പം ഒരു ഓണറിന് മോർ ദാൻ 1 ഡോഗ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ മോർ ദാൻ 1നെ നമുക്ക് വേണമെങ്കിൽ 1 സ്റ്റാർ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം 1 മാത്രമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? ഓക്കെ, then aggregation. An aggregation is a subset of association which represent has a relationship. It is more specific than specific association, and it defines a part or part of relationship. It is a kind of relationship. എന്താണ് ഇവിടെ പറയുന്നത്? അഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ചൈൽഡ് ക്ലാസ് ക്യാൻ ബി എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഇറ്റ്സ് പാരൻറ്റ് ക്ലാസ്. അതായത് ചൈൽഡ് ക്ലാസ് അവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, പാരൻറ്റ് ക്ലാസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ചൈൽഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ ലൈബ്രറിയും ബുക്സും. ഓക്കെ, അപ്പം ഇതാണ് അഗ്രിഗേഷൻ കാണിക്കുന്നത്. ഇങ്ങനെയാണ്, കണ്ടോ?
ഈ ഒരു ആരോ ആണ് അഗ്രിഗേഷൻ കാണിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ലൈബ്രറിയിൽ ഇപ്പം നമ്മുടെ കോളേജ് ലൈബ്രറി അതിൽ 1 or more than 1 ബുക്സ് ഉണ്ടാവും. ഓക്കെ, 1 or more than 1 ബുക്സ് ഉണ്ടായിരിക്കും. അതാണ് 1 ഡോട്ട് ഇട്ടിട്ട് സ്റ്റാർ കൊടുത്തത്. ഓക്കെ, 1 or more than. അപ്പം നമ്മൾ ഈ ലൈബ്രറി ഇവിടുന്ന് കളഞ്ഞു. ഓക്കെ, ലൈബ്രറി അവിടുന്ന് പോയി കഴിഞ്ഞാലും എന്തുണ്ടായിരിക്കും, ബുക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുമല്ലോ. ബുക്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമല്ലോ. മനസ്സിലായോ? ഓക്കെ, ലൈബ്രറിയിൽ ബുക്സ് ഉണ്ട്. ലൈബ്രറി നമ്മളെ കോളേജിലത്തെ ലൈബ്രറി നമ്മൾ ഒഴിവാക്കി, പക്ഷേ ബുക്സ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ബുക്സിന് ലൈബ്രറി ഇല്ലെങ്കിലും ബുക്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ലൈബ്രറി ഇല്ല, ലൈബ്രറി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നെക്സ്റ്റ് പറയുന്നത് കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കോമ്പോസിഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് അഗ്രിഗേഷൻ. ഇറ്റ് പോർട്രേറ്റ്സ് ദി dependency between parent and its child, which means that if one part is deleted then other part also get discarded. Okay, അപ്പോൾ നമ്മൾ അഗ്രിഗേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചൈൽഡിന് എക്സിസ്റ്റൻസ് ഉണ്ട്. ലൈബ്രറി പോയി കഴിഞ്ഞാലും ബുക്ക് അവിടെ നിൽക്കുന്നു, അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റ് ഡിലീറ്റ് ആയാൽ ചൈൽഡിന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെ കോണ്ടാക്റ്റ് ബുക്കും കോണ്ടാക്ട്സും. ഓക്കെ, അപ്പം കോണ്ടാക്റ്റ് ബുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായിരിക്കും, കോണ്ടാക്ട്സും ലോസ്റ്റ് ആവും. ഓക്കെ, അപ്പം നമ്മളുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ക്ലാസ് ഡയഗ്രാമാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, കസ്റ്റമർ നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് സൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മളൊരു കസ്റ്റമറാണ്. ഓക്കെ, അവർക്കുള്ള അട്രിബ്യൂട്ട്സ് ആണ് എന്ത്, നെയിം സ്ട്രിങ്, അതുപോലെ അഡ്രസ്സ് സ്ട്രിങ് എന്നുണ്ടാവും കേട്ടോ അവിടെ. ഓക്കെ, ദെൻ ഒരു കസ്റ്റമർ, ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമറാണ്, അതാണ് ഇവിടെ 1 എന്ന് പറയുന്നത്. നമ്മൾ അതിൽ സൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് 0. ഓക്കെ, ഒന്നിക്കൽ ഓർഡർ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മോർ ദാൻ 1 നമുക്ക് ഓർഡർ ചെയ്യാം. അതാണ് 0 സ്റ്റാർ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഓൺലൈൻ ഷോപ്പിംഗ്, അതായത് നമ്മൾ ഒരു ഷോപ്പിംഗ് സൈറ്റ് കയറി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഓർഡറെങ്കിലും ചെയ്യണം എന്ന് നിർബന്ധമില്ലല്ലോ. ഓക്കെ, അതാണ് 0 or സ്റ്റാർ. ഒരു കസ്റ്റമർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറാണ്, അപ്പം ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നിക്കൽ ഓർഡർ ചെയ്യാതിരിക്കാം, അതിനാണ് 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മോർ ദാൻ 1 or more നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, അതാണ് സ്റ്റാർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരുന്ന അട്രിബ്യൂട്ട്സ് ആണ് ഡേറ്റ്, അതുപോലെ അതിൻ്റെ സ്റ്റാറ്റസ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക, ടാക്സ്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ എന്താണ് ഓർഡർ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം ഒരു ഓർഡറിന് ഇവിടെ അഗ്രിഗേഷനാണ് വരുന്നത്. ഓക്കെ, ഒരു ഓർഡറിൻ്റെ അതിൻ്റെ സബായിട്ട് വരുന്നത് എന്താണ്, ഓർഡർ ഡീറ്റെയിൽസ്. ഓക്കെ, 1 or more ഓർഡർ ഡീറ്റെയിൽസ്. ഓക്കെ, ദെൻ എന്താണ് ഓർഡർ ഡീറ്റെയിൽസിൽ എന്താണ് ആ ക്ലാസ്സും ഇവിടെ എന്താണ് അസോസിയേഷൻ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. എന്താണ് ആ ഐറ്റം, അതിൻ്റെ ഷിപ്പിംഗ് വെയിറ്റ് എത്രയാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഓക്കെ, അതിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും പ്രൈസ്, കാര്യങ്ങൾ. ഓക്കെ, ദെൻ എന്താണ് പേയ്മെൻറ്റ്. ഓക്കെ, പേയ്മെൻറ്റ് നമുക്ക് ക്യാഷ് ആയിട്ടാണോ, അതാണ് ജനറലൈസേഷൻ. ഓക്കെ, അത് നമ്മളുടെ ക്യാഷ് ആയിട്ടാണോ, ചെക്കായിട്ടാണോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് സിസ്റ്റാണോ, മനസ്സിലായല്ലോ. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ എന്താണ് സബായിട്ട് ഇൻഹെറിറ്റൻസിൽ അതാണ് ജനറലൈസേഷൻ, ഇൻഹെറിറ്റൻസ് ആണ്. അപ്പം പേയ്മെൻറ്റ് ഏത് ടൈപ്പാണ്, നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാകും. പേയ്മെൻറ്റ് ഒന്നുകിൽ നമുക്ക് എന്താണ് ക്യാഷ് ആയിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റ് വഴി, ബാങ്ക് ക്രെഡിറ്റ് സിസ്റ്റം. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ക്ലാസ് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ. ഓക്കെ.